ദൃശ്യം 50 കോടി നേടുന്നു. എന്നാൽ ആ 50 കോടിയും ലഭിച്ചത് ക്ലൈമാക്സിലെ ട്വിസ്റ്റും സസ്പെൻസും കൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. നമുക്ക് ഈ ഒരു സീൻ നോക്കാം. നായികയും നായകനും കൂടി നായികയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന രംഗം. അവിടെ വെച്ച് ഒരു അടുക്കള സാമഗ്രിയെ പറ്റി നായിക പറയുകയും അതിന് മറുപടിയായി ഈ സംഗതി വീട്ടിലില്ലാഞ്ഞിട്ടല്ല, ഇതേപോലെ 4-5 എണ്ണം വീട്ടിൽ കിടപ്പുണ്ട്, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഈ അടുക്കള സാധനം വാങ്ങിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഒരുതരം ക്രേസ് ആണ്. ഇങ്ങനെ നായകൻ പറയുകയും ചെയ്യുന്നു. സോ ഈ ഒരു ഡയലോഗ് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൊലപാതകവും സസ്പെൻസും കൊണ്ട് മാത്രമല്ല, മറിച്ച് അത് എവിടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ആ സിനിമ ഇത്ര വലിയ വിജയമായത്. അതായത് ഒരു അച്ഛനമ്മ, 2 പെൺമക്കൾ എന്നിവരടങ്ങുന്ന ഒരു സാധാരണ കുടുംബത്തിൽ. എന്നാൽ 2014 ഇറങ്ങിയ ഒരു മമ്മൂട്ടി ചിത്രമാണ് ഗ്യാങ്സ്റ്റർ. ദൃശ്യത്തിന്റെ റെക്കോർഡ് ഈ സിനിമ പൊട്ടിക്കും എന്ന തരത്തിലുള്ള ഹൈപ്പ് അന്ന് ഫാൻസുകാർ ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുണ്ടായി? ആ സിനിമയുടെ അകത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, കാരണം ഒരു മാസ് ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പോലും അത്രക്ക് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി ആ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ മുൻപ് പറഞ്ഞ വീട്ടമ്മമാരുടെ കൂട്ടം തിയേറ്ററിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് പുലിമുരുകൻ എടുക്കാം. ആ സിനിമ 100 കോടി നേടുകയുണ്ടായി. അതിൽ 100 കോടിയും കിട്ടിയത് പുലിയുമായിട്ടുള്ള സംഘട്ടനവും മറ്റ് ആക്ഷൻ ബ്ലോക്കുകളും കൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. സിനിമയിൽ നായകന്റെ ഇൻട്രൊഡക്ഷനിൽ പുലിയുമായുള്ള മൽപ്പിടുത്തം കഴിഞ്ഞ് നായകൻ വീട്ടിലേക്കെത്തുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്ന നായിക അഥവാ ഭാര്യയാണ് കാണിക്കുന്നത്. ശേഷം അവർ തന്റെ പരിഭവങ്ങളും പരാതികളും ഭർത്താവിനോട് പറയുന്നു. ദേഷ്യപ്പെട്ടിരിക്കുന്ന ഭാര്യയെ തന്റേതായ ആന്റിക്സ് കാണിച്ചുകൊണ്ട് ഭർത്താവ് വശത്താക്കുന്നു. ഈ ഒരു സംഭവം കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ തൊട്ടടുത്ത വർഷം 2017 ഇറങ്ങിയ ഒരു മമ്മൂട്ടി ചിത്രമായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ. പുലിമുരുകന്റെ റെക്കോർഡ് ഈ സിനിമ തകർക്കുമെന്ന് വീണ്ടും ഫാൻസുകാർ പറഞ്ഞു. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ശരിയാണ്, ഒരച്ഛന്റെയും മകളുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു എപ്പിസോഡാണ് ഇതിന്റെ കഥ. കൂട്ടത്തിൽ ഭാര്യയുമുണ്ട്. ബട്ട് എന്നാലും കേരളത്തിലൊരു വീട്ടമ്മയ്ക്ക് തന്റെ ഭർത്താവ് ജാക്കറ്റും കൂളിംഗ് ഗ്ലാസും ഇട്ട് ഒരു ഗണ്ണും എടുത്ത് പ്രതികാരം ചെയ്യാൻ പോകുന്നത് റിലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇതുപോലുള്ള സിനിമകൾ അവർ വീണ്ടും വീണ്ടും കാണാനുള്ള സാധ്യത തീർത്തും കുറവാണ്. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഫാമിലി ഓഡിയൻസ് ഇടിച്ചു കയറണം, വൻ ഹിറ്റ് ആവണം എന്നൊക്കെ എനിക്കുമുണ്ട്. പക്ഷെ പുള്ളി ഈ അടുത്ത കാലത്തായി ചെയ്യുന്ന സിനിമകൾ കണ്ട് അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി അടുത്തത് വരാനുള്ളത് കളങ്കാവൽ. ആ സിനിമയിൽ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് അതിന്റെ ടീസറിൽ നിന്ന് വ്യക്തം. കൊല്ലും കൊലയും ചോരക്കളിയുമായിരിക്കും. അതിന് ഫാമിലി ഓഡിയൻസ് അടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ റോഷാക്ക്, ബ്രഹ്മയുഗം പോലുള്ള വമ്പൻ സിനിമകൾ മമ്മൂട്ടി ഈ അടുത്ത കാലത്തായി ചെയ്യുന്നുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു പരിധിക്കപ്പുറം ചലനമുണ്ടാക്കാൻ, ഈ പറഞ്ഞ ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ഇതുപോലുള്ള സിനിമകൾക്ക് പരിമിതികളുണ്ട്.